ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ ട്രേഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്സുകളെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് സ്റ്റോക്സുകൾ തന്നിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ന് ട്രേഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്സുകൾ. അപ്പോൾ നമുക്ക് ആദ്യം ആ സ്റ്റോക്സുകളുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ആദ്യം നിന്ന് റെപ്കോ ഹോം ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ലെവൽസിൻ്റെ താഴെ റെഡ് ക്യാനിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലും, അതല്ല ആ ലെവൽസ് ബ്രേക്ക് ചെയ്ത് ഗ്രീൻ ക്യാനിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ബൈ എന്നാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 9:15 ക്യാനിൽ തന്നെ നമ്മുടെ ആ ലെവൽസ് ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് ഏകദേശം 1.5% കൂടുതൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടോ. പിന്നെ അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ബാജൽ പ്രൊജക്ട്സ് ലിമിറ്റഡ് ആണ്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഉണ്ടോ. ഫസ്റ്റത്തെ തന്നെ 5 മിനിറ്റ് ക്യാനിൽ നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് 2.35% താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ സ്റ്റോക്ക് HCG ആയിരുന്നു. അപ്പോൾ HCG നമ്മുടെ ലെവൽസിൽ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല, അപ് ട്രെൻഡാണ്, നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തില്ല. പിന്നെ SFL ആണ്. SFLും അതേപോലെ തന്നെ ലെവൽസിൽ ടച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഗ്രീൻ ലാം ആണ്. അപ്പോൾ ഗ്രീൻ ലാം കൂടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ നല്ലൊരു ബ്രേക്കൗട്ട് താഴേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലോയിൽ നിന്ന് മാർക്കറ്റ് ഏകദേശം 1% താഴേക്ക് വന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും ഒരു ബ്രേക്കൗട്ട് വന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതും ബൈ ആണെന്ന്. ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് ഏകദേശം 0.85% മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അടുത്ത് ആവാസാണ്. അപ്പോൾ ആവാസ് നമുക്കിവിടെ കാണാൻ സാധിക്കും എക്സാക്റ്റ് നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തു, റിജക്ഷൻ വന്നു. ആ ഒരു സെല്ലിൽ നിന്ന് മാർക്കറ്റ് 2.75% താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓറിയൻ്റ് ഇലക്ട്രിക് ആണ്. ഓറിയൻ്റ് ഇലക്ട്രിക് നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു സെല്ലാണ് വന്നത്, പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെവൽസ് ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലാണ്. തിരിച്ച് ഗ്രീൻ ക്യാനിൽ മുകളിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബൈ ആണ്. അപ്പോൾ നമ്മളിവിടെ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എക്സിറ്റ് ചെയ്ത് ബൈയിലേക്ക് പോകണം. ആ ബൈ നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ബൈ ഏകദേശം 1.67% കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നിരുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സുകളിൽ ഒരുവിധം നല്ല പെർഫോമൻസ് ആയിരുന്നു മിക്ക സ്റ്റോക്സുകളും ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നിഫ്റ്റി 500 നിന്നാണ് ഈ സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ F&O സ്റ്റോക്സ് നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രാഡേക്ക് വലിയൊരു മൂവ്മെൻറ്റ് കിട്ടാറില്ല. അപ്പോൾ ഈ സ്റ്റോക്സുകളിൽ നമുക്ക് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മിക്ക സ്റ്റോക്സുകളും 1% മുകളിൽ അല്ലെങ്കിൽ 2% മുകളിൽ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്സുകൾ നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ സ്റ്റോക്സുകളിൽ കുറച്ച് സ്റ്റോക്സുകൾ തന്നെ നാളത്തേക്ക് നോക്കാം, ഫോളോ ചെയ്യാവുന്നതാണ്. അതുകൂടാണ്ട് കുറച്ച് സ്റ്റോക്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നാളത്തേക്കുള്ള സ്റ്റോക്സുകളിൽ ആയത് റെപ്കോ ഹോം ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതേ ലെവൽ തന്നെയാണ് 380.55, അതുപോലെ 386.70. പിന്നെ ബാജൽ പ്രൊജക്ട് ലിമിറ്റഡ് ഉണ്ട്, അതും സെയിം ലെവലാണ് 193.50, 198.50. പിന്നെ SFL ആണ്. SFL 689, 665.50. പിന്നെ ഗ്രീൻ ലാം ആണ്. ഗ്രീൻ ലാം 240.90, അതുപോലെ 252.70. പിന്നെ അടുത്ത് മെട്രോപോളിസ് ആണ് 562.35, 577. പിന്നെ EID പാരി വന്നിട്ടുണ്ട് 783.20, 811.75 ലെവൽസ് വന്നിരിക്കുന്നത്. ഐറിസ് വന്നിട്ടുണ്ട് 134.75, 130.50. പിന്നുള്ളത് IIFL ആണ് 619.70, 600 ലെവൽസ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് CGCL ആണ്. CGCL 234.10, 242.50. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഈ ലെവൽസ് മാർക്ക് ചെയ്യുക, അതിനുശേഷം വെയിറ്റ് ചെയ്യാം. നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ലെവലിൽ ടച്ച് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാനിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അതല്ല ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ റെഡ് ക്യാനിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സെൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ടച്ച് ചെയ്ത് ഒരു ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടുന്ന് ബൈയിലേക്ക് പോവാം. അതല്ല ബ്രേക്ക് ഔട്ട് ചെയ്ത് റെഡ് ക്യാനിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെല്ലിലേക്ക് പോകാം. ഈ മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് അവിടുന്ന് ഒരു സെല്ല് വരാണെങ്കിൽ, അതായത് റെഡ് ക്യാനിൽ വരാണെങ്കിൽ നമുക്കവിടുന്ന് സെല്ലിലേക്ക് പോവാം. അതല്ല ബ്രേക്ക് ചെയ്ത് ഗ്രീൻ ക്യാനിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് ബൈയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലെവൽ വരാൻ ടച്ച് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് ഒരു സെല്ല് വരാനാണ് ചാൻസ് കൂടുതലുള്ളത്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യണത്. ലെവൽസ് വെച്ചിട്ട് നമ്മൾ ഒരു സ്ട്രാറ്റജിയും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ലെവൽസ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് കൺഫർമേഷനായിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.